സർ, എ ആൻഡ് ബി സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ്, ജനറൽ ആശുപത്രി എന്നിവ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിൽ KMCL മുഖേനയാണ് ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കുന്നത്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകൾ സ്റ്റോക്ക് ഉണ്ട് എന്നത് ഉറപ്പാക്കുന്നുണ്ട്. ആശുപത്രികൾ ഒരു വർഷത്തേക്ക് ആവശ്യപ്പെട്ടത് വിതരണം ചെയ്ത് ഉപയോഗിച്ചു കഴിഞ്ഞ സാഹചര്യത്തിലും KMCL വിതരണം ചെയ്യാത്ത മരുന്നുകൾ ആവശ്യമായി വരുന്ന സാഹചര്യത്തിലും വിവിധ സ്കീമുകളിലൂടെ അവശ്യ മരുന്ന് ലഭ്യമാക്കി വരുന്നുണ്ട്. ആയതിനാൽ രോഗികൾക്കുള്ള മരുന്ന് വിതരണം തടസ്സപ്പെട്ടിട്ടില്ല. സർക്കാർ ആശുപത്രികളിലൂടെ മെച്ചപ്പെട്ട ചികിത്സയും ഗുണനിലവാരമുള്ള മരുന്നുകളും ലഭ്യമാക്കിയതിലൂടെ സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്ന രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായത് കാരണം വാർഷിക ഇന്റന്റ് പ്രകാരം ഒരു വർഷത്തേക്ക് നൽകിയ ചിലയിനം മരുന്നുകൾ സ്ഥാപനത്തിന് അനുവദിച്ച സാമ്പത്തിക പരിധിക്കപ്പുറം കൂടുതലായി വിതരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട്. സർ, KMCL വഴി ലഭ്യമാകുന്ന എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകൾ കുറവുണ്ടാകുന്ന സ്ഥാപനങ്ങളിൽ അവരുടെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭ്യതക്കുറവ് പരിഹരിക്കുന്നതിനുള്ള നടപടികളും സമയബന്ധിതമായി നടപ്പാക്കി വരുന്നു. ഒരു സാമ്പത്തിക വർഷത്തേക്ക് മരുന്നുകളുടെ ആവശ്യകത കണക്കാക്കി മുൻ സാമ്പത്തിക വർഷം തന്നെ സംസ്ഥാനത്തുള്ള എല്ലാ ആശുപത്രികളും ഇന്റന്റ് തയ്യാറാക്കി KMCLന് നൽകുകയും മരുന്ന് സംഭരണം സംബന്ധിച്ച കലണ്ടർ പ്രകാരം നടപടിക്രമങ്ങൾ പാലിച്ച് സുതാര്യമായ ടെൻഡർ നടപടികളിലൂടെ മരുന്ന് ബന്ധപ്പെട്ട ആരോഗ്യ സ്ഥാപനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള വിപുലമായ സംവിധാനം KMCL ഒരുക്കിയിട്ടുണ്ട്. 2023-24 സാമ്പത്തിക വർഷം 550 മോളിക്യൂൾസ് ആണ് EDL ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ആശുപത്രികളിലുള്ള മരുന്നിന്റെ സ്റ്റോക്ക് 30% ആകുമ്പോൾ തന്നെ ഇന്റന്റ് പ്രകാരം അടുത്ത ബാച്ച് വെയർഹൌസുകളിൽ നിന്ന് എത്തിക്കുന്നതിനും നടപടി സ്വീകരിക്കുന്നു. ഒരു സാമ്പത്തിക വർഷത്തെ നിശ്ചിത ഇന്റന്റ് പ്രകാരമുള്ള മരുന്ന് സപ്ലൈ 100% കഴിഞ്ഞാൽ 25% കൂടി അധികമായി KMCL വഴി ലഭ്യമാക്കുന്നുണ്ട്. എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ലഭ്യമല്ലാത്ത മരുന്നുകൾ ഇപ്രകാരം ആശുപത്രികളിൽ ലഭ്യമാകുകയില്ല. ഇന്റന്റ് പ്രകാരം അനുവദനീയമായതും അധികമായുമുള്ള 25% വിതരണം ചെയ്ത് തീരുകയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്തതുമായ മരുന്നുകൾ കാരുണ്യ ഫാർമസി മുഖേന ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ കുറിപ്പടികളിൽ ജനറിക് മരുന്നുകൾ മാത്രമേ കുറിക്കാവൂ എന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്യാവശ്യമുള്ള മരുന്നുകൾ ഇന്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രാൻസ്ഫർ വഴിയും എത്തിക്കുന്നുണ്ട്. മരുന്നുകളുടെ ലഭ്യതക്കുറവ് അവലോകനം ചെയ്യുന്നതിലേക്കായി എല്ലാ ബുധനാഴ്ചകളിലും ആസ്ഥാന കാര്യാലയത്തിലെയും ജില്ലാ മരുന്ന് സംഭരണശാലകളിലെയും ഉദ്യോഗസ്ഥന്മാർ യോഗം ചേരുകയും മരുന്നുകളുടെ കുറവുകൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ആശുപത്രിതല അവലോകന യോഗത്തിലും ഫാർമസിസ്റ്റുമാരുടെ അവലോകന യോഗത്തിലും മെഡിക്കൽ ഓഫീസർമാരുടെ അവലോകന യോഗത്തിലും മരുന്ന് ലഭ്യത സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ KMCL അതാത് സമയങ്ങളിൽ പരിഹരിച്ചു വരുന്നുണ്ട്. സർ, സി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെയും ആരോഗ്യ മിനിസ്റ്റർ ലങ്തിയാണ് ടേബിൾ ചെയ്തോ? സർ, ടേബിൾ ചെയ്യുന്നു. ശ്രീ അനൂപ് ജേക്കബ്. സർ, മന്ത്രി പറഞ്ഞതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് യഥാർത്ഥ ചിത്രം. പല സർക്കാർ ആശുപത്രികളിലും ഫാർമസികളിലും മരുന്നില്ല എന്നത് വലിയൊരു വസ്തുതയാണ് സർ. സാറ് 2 വർഷം മുമ്പ് വരെ ഇവിടെ പറഞ്ഞതുപോലെ ഫാർമസിസ്റ്റുകളുടെ അവലോകന യോഗം 2 വർഷം മുമ്പ് വരെ കൃത്യമായി നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അത് നടക്കുന്നില്ല. അതൊരു ഫാക്റ്റാണ് സാർ. ജീവൻ രക്ഷാ മരുന്നുകൾ പോലും ലഭ്യമല്ലാത്ത സാഹചര്യം ഇന്ന് സർക്കാർ ആശുപത്രികൾ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ സാർ, ജനറൽ ആശുപത്രികളിലും മെഡിക്കൽ കോളേജുകളിലും വിവിധ പരിശോധനകൾക്കായി രോഗികളെ പുറത്തേക്കാണ് റെഫർ ചെയ്യുന്നത്. ഈ പാവപ്പെട്ട രോഗികൾ സ്കാനിങ്ങിനും പരിശോധനകൾക്കും ഒക്കെ സ്വകാര്യ ലാബുകളിലേക്ക് പോകേണ്ടി വരുന്നു സാർ. ഒപ്പം തന്നെ എന്തെങ്കിലും ഇംപ്ലാന്റിംഗ് വേണ്ടി വന്നാൽ ആ ഇംപ്ലാന്റിംഗ് പോലും അതിന്റെ ഉപകരണങ്ങൾ പോലും പുറത്തുനിന്ന് രോഗി വാങ്ങിച്ചുകൊണ്ട് വരേണ്ട സാഹചര്യമാണ്. ഇതൊന്നും ആശുപത്രിയിലുള്ള പാവപ്പെട്ട രോഗികൾ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഇതിനെതിരെ എന്ത് നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നു? ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വായിച്ചത് ഉദ്യോഗസ്ഥർ നൽകിയ മറുപടി ആയിരിക്കും. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റി വളരെ വ്യത്യസ്തമാണ്. അതിനകത്ത് അടിയന്തര നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. സർ, ബഹുമാന്യനായ അംഗം ഇവിടെ പറഞ്ഞത് വളരെ ജനറലൈസ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് അദ്ദേഹം പിൻവലിക്കണം സർ. സർ, ഈ നടപ്പ് സാമ്പത്തിക വർഷം 2023-24 ജനുവരി മാസം ആദ്യ ആഴ്ച വരെ സംസ്ഥാനത്ത് വിതരണം ചെയ്ത മരുന്നുകൾ 554 കോടിയുടേതാണ്. സർ, 2014-15 കാലയളവിൽ ആ ഒരു വർഷം മുഴുവൻ വിതരണം ചെയ്ത മരുന്നുകളുടെ ആകെത്തുക 2015-16 256 കോടിയാണ് സർ. സർ, ഇത്ര കണ്ടു വർധനവ് സംസ്ഥാനത്ത് മരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ട തുകയുടെ വിനിയോഗത്തിൽ ഉണ്ടായിട്ടുണ്ട്. സർ, അടിസ്ഥാനപരമായി സർ ഇത് സർക്കാരിന് അതൊരു ഓപ്പൺ ആയിട്ടാണ് ഇതിനെ സമീപിക്കുന്നത്. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മരുന്ന് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ സർ, 2 കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഉത്തരത്തിൽ പറഞ്ഞത്. ഉദ്യോഗസ്ഥർ പറഞ്ഞതല്ല, ഡെയിലി മന്ത്രിതലത്തിൽ നടത്തുന്ന മോണിറ്ററിംഗിലും അതോടൊപ്പം പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡയറക്ടർമാരും നടത്തുന്ന മോണിറ്ററിംഗിന്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മുന്നിലുള്ള വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് സർ ഞാൻ പറയുന്നത്. സർ, 2 കാര്യങ്ങളാണ്. ഒന്ന്,
സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് KMCL മുഖേനയാണ് മരുന്ന് പ്രൊക്വയർ ചെയ്ത് വിതരണം ചെയ്യുന്നത്. ഏതാണ്ട് ഞാൻ നേരത്തെ വായിച്ചു 550 മോളിക്യൂൾസ് 837ഓളം മരുന്നുകൾ സർ, അത് എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിലാണ് പെടുന്നത്. ഒരു വർഷത്തേക്കുള്ള, അതായത് ഈ 2024-25 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ഇന്റന്റ് തയ്യാറാക്കുന്നത് 2023-24 സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ്. ഏതാണ്ട് 6 മാസം മുമ്പ് ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ദേശീയ തലത്തിലുള്ള സുതാര്യമായിട്ടുള്ള മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഈ ടെൻഡർ നടപടികളിലൂടെയാണ് സർ ഈ മരുന്നുകൾ പ്രൊക്യൂർമെന്റ് നടപടികൾ നടക്കുന്നത്. സർ, ഈ എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ ആശുപത്രി, പിറവം താലൂക്ക് ആശുപത്രി, ഒരു പർട്ടിക്കുലർ മരുന്ന് പാരസിറ്റമോൾ ടാബ്ലറ്റ് 100 എണ്ണം ചോദിച്ചാൽ, ജനറിക് നെയിംസിലാണ് സർ ഈ KMCL ഇതിന്റെ പ്രൊക്യൂർമെന്റ് നടപടികൾ അല്ലെങ്കിൽ ടെൻഡർ നടപടികൾ സ്വീകരിക്കുന്നത്. 100 എണ്ണം ചോദിച്ചാൽ 3 ഗഡുക്കളായി നൽകും. ഈ 100 എണ്ണവും ഉപയോഗിച്ചു കഴിഞ്ഞാൽ 25% കൂടി അധികം നൽകാനായിട്ട് കഴിയും. 2 സാഹചര്യം ഉണ്ടാകാം സർ. ഒന്ന്, എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ആവശ്യപ്പെട്ട ഇന്റന്റ് പ്രകാരം ആവശ്യപ്പെട്ട മരുന്ന് 100% ഒരു ആശുപത്രി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 25% കൂടി അധികം നൽകും. അതിനുശേഷം KMCL കൊടുക്കാൻ കഴിയില്ല സർ. മാനദണ്ഡ പ്രകാരം അതിന് കഴിയുകയില്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ആശുപത്രിയുടെ വിവിധ സ്കീമുകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ മരുന്നുകൾ ലഭ്യമാക്കുന്നതിന് സാധിക്കും. അതല്ലെങ്കിൽ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആ മരുന്നുകൾ ലഭ്യമാക്കാൻ സാധിക്കും. സർ, എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഇല്ലാത്ത മെഡിസിൻ, രണ്ടാമത്തെ കാറ്റഗറി എന്ത് ചെയ്യും? എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഇല്ലാത്തത് കാരുണ്യ ഫാർമസി വഴി അവൈലബിൾ ആക്കുന്നതിന് പ്രാദേശികമായി, ഉദാഹരണം എറണാകുളം ജനറൽ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റികളുള്ള ആശുപത്രിയാണ്. അവിടെയുള്ള മരുന്നുകളുടെ ആവശ്യമല്ല പിറവം താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ചുള്ളത്. സർ, ആ രീതിയിൽ അവിടെ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ പ്രാദേശികമായ കാരുണ്യ ഫാർമസികളിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. ഈ രീതിയിലാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ മരുന്ന് ചൂണ്ടിക്കാണിച്ചാൽ സർ തീർച്ചയായിട്ടും അത് സംബന്ധിച്ച കൃത്യമായ കാര്യം പറയാം. അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നു UDFന്റെ കാലത്തെ കാര്യമാണ് സർ. ഞാൻ അന്നത്തെ പത്രവാർത്തകളൊന്ന് വായിക്കാം സർ. മരുന്ന് വാങ്ങാനാകാതെ മരിക്കേണ്ട ഗതികേട് ഉണ്ടാകുമോ? അന്നത്തെ ഒരു എഡിറ്റോറിയലാണ് സർ. സർ, അതുകൊണ്ട് ഇതിനെ ഓപ്പണായിട്ട് സമീപിക്കണം. നമുക്ക് ഒരുമിച്ച് ഇക്കാര്യത്തെ സമീപിക്കാം സർ. ഇതിനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയായ കാര്യമല്ല. ഒരു കാര്യം കൂടിയുണ്ട് സർ. സർ, കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ ബഹുമാന്യനായ ശ്രീ TJ വിനോദ് MLA അദ്ദേഹം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് ഈ ഫാർമസിയിൽ മരുന്നില്ല എന്നുള്ളത്. സർ, പരിശോധിച്ചപ്പോൾ ഫാർമസിയിൽ പോയിട്ടില്ല. എന്താണ് കാര്യം? ഇങ്ങനെയുള്ള ചില തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചരണങ്ങൾ നടക്കുകയാണ് സർ. സർ, ഇത് വളരെ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു പർട്ടിക്കുലർ മരുന്ന് സംബന്ധിച്ചാണ് പറഞ്ഞതെങ്കിൽ അത് പരിശോധിക്കാം സർ. ഇത് തെറ്റായ കാര്യമാണ്. second question. സർ, ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനിൽ തീപിടുത്തമുണ്ടായി. 2-3 ആവർത്തിച്ച് തീപിടുത്തമുണ്ടായി. ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഇതൊരു അട്ടിമറിയാണ് എന്നത് ഗവൺമെന്റ് പരിശോധിച്ചിട്ടുണ്ടോ? ഇതിനെ സംബന്ധിച്ച് വിശദമായ അന്വേഷണമുണ്ടോ? അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെന്റിന് ലഭ്യമാണോ? സർ, ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ ഗവൺമെന്റ് പരിശോധിച്ചിരുന്നു. ഡിസംബർ മാസം അവസാനം ഇതിന്റെ റിപ്പോർട്ട് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ, ഫയർ സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഓഫീസേഴ്സ് ചേർന്ന ഒരു കമ്മിറ്റിയാണ് ഇത് അന്വേഷിച്ചത്. ഈ റിപ്പോർട്ട് ഡിസംബർ മാസം അവസാനം ഗവൺമെന്റിന്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. സർ, ആദ്യം ഒരു റിപ്പോർട്ട്, ഒരു ഇൻട്രീം റിപ്പോർട്ടും അവർ നൽകിയിരുന്നു. സർ, ഇതിൽ പറയുന്ന ഇതിന്റെ അന്തസത്ത, ഇതിൽ ഈ സംഭവങ്ങൾ, ഈ തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈ ബ്ലീച്ചിങ് പൗഡർ സൂക്ഷിച്ച ഇടത്തെ ചില ഈർപ്പം ഉള്ള സാഹചര്യങ്ങൾ, അങ്ങനെയുള്ള സാങ്കേതികമായ ചില കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആ കമ്മിറ്റി നിർദ്ദേശിച്ചതനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ വെയർഹൌസുകളിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് എല്ലായിടത്തും സ്വീകരിച്ചു. ഇടുക്കി ജില്ലയിൽ മാത്രമാണ് ആ വെയർഹൌസ് പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ടുള്ളത്. സർ, ഈ 2019 കാലയളവിലാണ് ഫയർ NOC സംബന്ധിച്ച കാര്യങ്ങൾ അത് ലഭ്യമാകുന്നതിന്റെ മാനദണ്ഡങ്ങളിൽ വ്യത്യാസമുണ്ടായത്. അപ്പം നിലവിലെ ചില വെയർഹൌസുകളിൽ NOC ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് മാനദണ്ഡ പ്രകാരമുള്ള വെയർഹൌസുകളിൽ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടി സർ അതിനോട് ഒപ്പം ചേർത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ബ്ലീച്ചിങ് പൗഡറിന്റെ ക്വാളിറ്റി സംബന്ധിച്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പ് വിശദമായിട്ടുള്ള പരിശോധന നടത്തി. ഡ്രഗ്സ് കൺട്രോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഈ ബ്ലീച്ചിങ് പൗഡർ ക്വാളിറ്റി എൻഷ്വേർഡ് ആണ്, ക്വാളിറ്റി ഉള്ളതാണ് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തവണത്തെ ശബരിമല മണ്ഡലകാലത്ത് ഉൾപ്പെടെ ഈ ബ്ലീച്ചിങ് പൗഡർ ഉൾപ്പെടെ സംസ്ഥാനത്ത് എല്ലായിടത്തും അത് വിതരണം ചെയ്തിട്ടുമുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇനി മേലിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി ഇത് സൂക്ഷിക്കുന്ന, ഈർപ്പമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൺലൈറ്റ് നേരിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബൾക്കായിട്ട് ഇത് ചാക്കിൽ സൂക്ഷിക്കുന്ന അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അത് മാനദണ്ഡ പ്രകാരം ഈ കമ്മിറ്റി നിർദ്ദേശിച്ച തലത്തിൽ സൂക്ഷിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും സ്വീകരിക്കുന്നുണ്ട് സർ. ശ്രീ മോൻസ് ജോസഫ്. സർ, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞു എല്ലാ സ്ഥലത്തും മരുന്നുകൾ ലഭ്യമാണ്. ഞാൻ സർ കോട്ടയം മെഡിക്കൽ കോളേജിൽ
കഴിഞ്ഞ ദിവസം രോഗികൾ തന്നെ അതിന്റെ വാതിക്കൽ കുത്തിയിരിപ്പ് നടത്തി പ്രതിഷേധിക്കുന്ന സാഹചര്യം കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ടായി. സാർ, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ MLA-മാർ ഞങ്ങൾ അവിടെ ചെല്ലേണ്ടി വന്നു. സാർ ഞാനൊരു കാര്യം സാർ, ഇത് കേരളം ഒട്ടാകെ നിൽക്കുന്നു എന്നുള്ളൊരു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു രോഗി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ കത്തയച്ചു. ഏതെങ്കിലും രോഗത്തിന്റെ പേര് പറയാവുന്ന ആ രോഗി എഴുതിയിരിക്കുകയാണ്, ഗുരുതര ശ്വാസകോശ രോഗമായ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസിന് അവിടെ മരുന്ന് മേടിക്കാൻ വേണ്ടി ചെന്നപ്പം അദ്ദേഹം 6 കൂട്ടം മരുന്നിന് വേണ്ടിയാണ് ഡോക്ടർ എഴുതി 6ന്റെയും താഴെ എഴുതി മരുന്ന് അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇൻഡു അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വാതിക്കൽ ആ രോഗി കാണിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മന്ത്രിക്ക് തുറന്ന കത്ത് മരുന്നില്ലാത്തത് പരിഹരിക്കാം. സാർ ഒരു കാര്യം സാർ, ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷ അംഗങ്ങൾ ഇങ്ങനെ പറയുന്നത് ദുഃഖകരമാണ് സാർ. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് സാർ. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ അതിന്റെ നടപടിക്രമങ്ങൾ പറഞ്ഞു. KMCL വഴി എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് വഴി പ്രൊക്യൂർ ചെയ്യുന്ന മരുന്നുകൾ എല്ലാ ആശുപത്രികളിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് സാർ. ഒരു ഉദാഹരണം പറഞ്ഞാൽ സാർ, ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ചോദ്യം ചോദിക്കാൻ മാത്രമേ പറയണ്ടേ സാർ? ചോദ്യത്തിന് പകരം പ്രസംഗം അനുവദിക്കില്ല. പോയിന്റ് ക്ലിയർ ആണ്. കണ്ടിന്യൂ സാർ. ഞാൻ പറഞ്ഞത് സാർ, സംസ്ഥാനത്ത് KMCL എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് വഴി ഓരോ ആശുപത്രിക്കും, അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അല്ല, കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലെ ഒരു കാര്യം ഒരു പത്രത്തിൽ വന്ന കാര്യമാണ് പറഞ്ഞത് സാർ. അതിനു മുൻപ് അതേ പത്രത്തിൽ മറ്റൊരു കാര്യം വന്നിരുന്നു സാർ. തിരുവനന്തപുരത്ത് ജനറൽ ആശുപത്രിയിൽ 9 മരുന്നുകൾ എഴുതി. ആ 9 മരുന്നുകളിൽ ഒരു മരുന്നിന് മരുന്നില്ല എന്നുള്ളതായിരുന്നു തലക്കെട്ട് സാർ. പരിശോധിച്ചു എന്തുകൊണ്ടാണ് ഇത്രയും കൃത്യമായി ഇടപെടുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് പരിശോധിച്ചു സാർ. എന്താണ് ആ വാർത്തയിൽ തന്നെ അതിന്റെ അടിക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, 7 മരുന്ന് കിട്ടി. 2 മരുന്ന്, ഒരു മരുന്ന് എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഇല്ലാത്തതാണ് സാർ. അതിൽ ഒരു മരുന്ന് എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഉള്ളതും എന്നാൽ 100%-ലധികം, ഞാൻ നേരത്തെ പറഞ്ഞ 100% കൊടുത്തു, 25% അധികം കൊടുത്തു, അങ്ങനെ 125% സപ്ലൈ ചെയ്തതിന് ശേഷമുള്ളതാണ് സാർ. സാർ, ഒരു കാര്യമാണ് ഞാൻ ഈ സഭയിൽ പറഞ്ഞത്, എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകൾ ആശുപത്രികളിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട്. എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഇല്ലാത്ത മരുന്നുകൾ ഡോക്ടർമാർ എഴുതിയാൽ അത് പ്രാദേശികമായി പ്രൊക്യൂർ ചെയ്ത് കൊടുക്കുന്നതിനുള്ള നടപടികൾ KMCL അത് മാത്രമേ സാധിക്കുകയുള്ളൂ സാർ. ഒരു മരുന്ന് എഴുതിയാൽ അപ്പോൾ തന്നെ അത് വാങ്ങിച്ചു കൊടുക്കുന്നതിനുള്ള നടപടി ഈ എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിലൂടെ കൊടുക്കാൻ കഴിയുകയില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാർ, ജനറിക് നെയിമുകൾ ഡോക്ടർമാർ എഴുതണം എന്നുള്ളത് വളരെ കർശനമായി നിർദ്ദേശം കൊടുക്കുകയാണ് സാർ. ഉദാഹരണം പറഞ്ഞാൽ പാൻടോപ്പ് വളരെ സാധാരണമായിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള ഒരു കുറിപ്പിൽ കണ്ടത് പാൻടോപ്പ് ഇല്ല എന്നുള്ളതാണ് സാർ. ലക്ഷക്കണക്കിന് രൂപയുടെ ക്യാപ്സൂൾസ് അവിടെ ഇരിക്കുമ്പോഴാണ് പാൻടോപ്പ് ഇല്ല എന്ന വാർത്ത വന്നത് സാർ. ജനറിക് നെയിം എഴുതണം എന്നുള്ളത് ഇൻസിസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അത് കേരള സംസ്ഥാനം മാത്രമല്ല, നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ മാനദണ്ഡ പ്രകാരവും കേരള മെഡിക്കൽ കൗൺസിലിന്റെ മാനദണ്ഡ പ്രകാരവും അത് എഴുതേണ്ടതായിട്ടുണ്ട് സാർ. ആരോഗ്യ വകുപ്പ് ഒരു കാര്യം ഉറപ്പാക്കുന്നുണ്ട്, എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് പ്രകാരമുള്ള മരുന്നുകൾ ആശുപത്രികളിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട്. ഈ എസൻഷ്യൽ ഡ്രഗ് ലിസ്റ്റിൽ ഇല്ലാത്ത ഏതെങ്കിലും മരുന്നുകൾ ബഹുമാന്യരായിട്ടുള്ള പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ തീർച്ചയായിട്ടും അത് അവിടെ എത്തിക്കുന്നതിനും ഇടപെടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്.